ഒരു ഏരിയയാണ് എ ബി ജി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എ ബി ജി അനാലിസിസിൽ നിന്ന് മസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും എങ്കിൽ പോലും 1 തൊട്ട് 3 വരെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഈ മൂന്നും തെറ്റിക്കുന്ന കുട്ടികളുണ്ട്. മനസ്സിലായല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വാല്യൂസ് തരുന്നു. ആ വാല്യൂസിൽ നിന്ന് ആ പേഷ്യൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കേണ്ട വളരെ കൃത്യമായിട്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം. പിടിയിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ടും ആധികാരികമായിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഇതെങ്ങനെ വളരെ ഷോർട്ട് കട്ടായിട്ട് ബാക്കിയുള്ള കുട്ടികൾ 2-3 മിനിറ്റ് എടുത്ത് ആൻസർ ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ നിങ്ങളെങ്ങനെ മിനിമം ഒരു 10 സെക്കൻഡിൽ ആൻസർ കണ്ടെത്തും, ആ ഒരു ലെവലിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് ഏതൊരു പരീക്ഷയ്ക്കായാലും ഒരേ ഒരു സ്ട്രാറ്റജി, സ്പീഡ് ആൻഡ് ആക്യുറസി. മറ്റുള്ളവരെക്കാൾ വേഗത്തെ ആൻസർ ചെയ്യണം, തെറ്റരുത്, തെറ്റ് പറ്റുകയും ചെയ്യരുത്. ആ ഒരു ടെക്നീക്ക് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കേവലം 1/2 മണിക്കൂർ കൊണ്ട് ഇത് നമ്മൾ ഫിനിഷ് ചെയ്യും. ഇത് പരീക്ഷയ്ക്ക് മാർക്ക് നേടുക എന്നതിനേക്കാൾ ഉപരി ഐ സി യുകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക്, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് വെന്റിലേറ്ററിൻ്റെ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം കഴിയും. അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് നോർസെറ്റ് 8-ൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അതേപോലെ എടുത്തിട്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് കണ്ടീഷൻ ഫോർ എ പേഷ്യൻ വിത്ത് ഫോളോയിങ് എ ബി ജി വാല്യൂസ്? എ ബി ജി വാല്യൂസ് തന്നിരിക്കുകയാണ്. പി എച്ച് 7.5, പി സി ഒ 2 46, ദെൻ ബൈകാർബണേറ്റ് 30 ആൻഡ് പൊട്ടാസ്യം 3.4. ഏത് കണ്ടീഷനാണെന്ന് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യണം. റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണോ, മെറ്റബോളിക് അസിഡോസിസ് ആണോ, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നിരന്ന് നാല് ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പം ഇതിനു വേണ്ടി എന്താണ് ആദ്യഘട്ടത്തിൽ വേണ്ടത്? ആദ്യം ഒരു നോർമൽ വാല്യൂ നിങ്ങൾ പഠിക്കണം. ആ നോർമൽ വാല്യൂ നമുക്കിവിടെ ഒന്ന് നോക്കാം. ഈ നോർമൽ റേഞ്ചാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഒന്നാമത്തെ പി എച്ച്, ബ്ലഡിൻ്റെ പി എച്ച് നോർമലി എത്രയാണ്? അവിടെ ഒരു വാല്യൂ കൊടുത്തപ്പോൾ ഉണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ 7.35 to 7.45. സംശയമൊന്നുമില്ലല്ലോ, നിങ്ങൾ വെറുതെ ഇരുന്ന് തന്നാൽ മതി, ഞാനിത് പഠിപ്പിച്ചെടുത്തോളാം. അപ്പോൾ പി എച്ച് എന്ന് പറയുന്നത് 7.35 to 7.45. ഇത് അറിഞ്ഞെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ 7.35 എന്നുള്ളത് ജസ്റ്റ് പോയിൻ്റൊക്കെ ഒന്ന് വിട്ടൊന്ന് വായിച്ചു നോക്കിയേ. 35-45 കാണുന്നുണ്ടോ? 7.35 എന്നുള്ളത് 7.35, 7.45 എന്ന് വേണമെങ്കിലും വായിക്കാം. ആ സാധനം ഞാൻ ഇങ്ങോട്ട് കടവെടുത്ത് കഴിഞ്ഞാൽ 35-45 മില്ലിമീറ്റർ HG ആണ് PaCO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബ്ലഡ്, അതിൻ്റെ നോർമൽ വാല്യൂ. അപ്പം നമ്മൾ അതേ സാധനത്തിൽ നിന്ന് തന്നെ അടുത്ത നോർമൽ വാല്യൂ പഠിച്ചു. പി എച്ച് എത്ര ആയിരുന്നു? 7.35-നും 7.45-നും ഇടയിൽ. ആ 35-ഉം 45-ഉം ഞാൻ ഇഞ്ഞെടുത്തു. അതാണ് നമ്മുടെ PaCO2-വിൻ്റെ നോർമൽ വാല്യൂ. ഇത്രയും കാര്യം ക്ലിയർ ആയോ? പെട്ടെന്ന് പറയണം, ക്ലിയർ ആയോ? Yes, sir. ക്ലിയർ ആണ്. ഇനി ആ 45-ൻ്റെ പകുതി എത്ര വരും ഏകദേശം? 22.5. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. 22 നമ്മളങ്ങ് 22 ആക്കി. 22 തൊട്ട് 28 വരെയാണ് നമ്മുടെ ബൈകാർബണേറ്റിൻ്റെ നോർമൽ വാല്യൂ. അപ്പം ഞാൻ ഈ 3 വാല്യൂസ് ഒന്ന് കണക്ട് ചെയ്തെടുത്ത്, നമ്മൾ വെറുതെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ഇത് തലയ്ക്കകത്തോട്ട് കയറ്റി കൊടുക്കുക കൂടി ചെയ്യുകയാണ്. ഇത് വെറുതെ പാസീവായിട്ട് വന്നിരിക്കുന്ന ഒരാളുടെ തലയിലും കയറി പോവും. അല്ലാതെ നമ്മൾ കുറേ നോർമൽ വാല്യൂസ് വായിച്ച് തന്നിട്ട് അതങ്ങ് വായിച്ചോ പഠിച്ചോ എഴുതി വെച്ചോ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഈ ക്ലാസ്സിൽ ഇവിടെ വെച്ച് ഇത് പഠിച്ചേച്ച് പോകണം. പി എച്ച് എന്ന് പറയുന്നത് 7.35 to 7.45. ആ 35-ഉം 45-ഉം ഞാൻ ഇഞ്ഞെടുത്തു. ആ 35-45 ആണ് PaCO2, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്.
ദെൻ അതിനകത്ത് 45ൻ്റെ പകുതി ഇഞ്ഞെടുത്തു. അത് 22.5 വരും. ഞാൻ 22 എടുക്കാൻ പറഞ്ഞു. 22 തൊട്ട് 28 മില്ലി ഇക്വലൻ പെർ ലിറ്റർ ആണ് ബൈകാർബണേറ്റ്. നമുക്കിനി ഇത് കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. 7.35 ടു 7.45, 35 ടു 45, ദെൻ 45ൻ്റെ പകുതി 22.5, അത് 22 എടുക്കണം. 22 തൊട്ട് 28 വരെ. ഇനി ഒരു വാല്യൂ കൂടി പഠിക്കാനുണ്ട്, അത് പൊട്ടാസ്യമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതറിയാത്ത ഒരു കുട്ടിയും കാണത്തില്ല. 3.5നും 5.1നും ഇടയിലാണ് പൊട്ടാസ്യത്തിൻ്റെ വാല്യൂ നിൽക്കുന്നത്. വേണമെങ്കിൽ ആ 3.5 എന്നുള്ളത് 3.5 എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോൾ 3.5 തൊട്ട് 5.1. അപ്പോൾ എ ബി ജി വാല്യൂസിനകത്ത് വരുന്ന 4 പാരാമീറ്റേഴ്സിൻ്റെയും ലേബലിംഗ് നിങ്ങളുടെ തലയ്ക്കുള്ളിലേക്ക് ലേബൽ ചെയ്യപ്പെട്ടോ? ഇത് ലേബൽ ചെയ്യപ്പെട്ടാലേ നമുക്ക് പോകാൻ പറ്റൂ. ഒന്നുകൂടെ പറയാം. 7.35 ടു 7.45, ആ 3545 ഞാൻ ഇഞ്ഞെടുത്തു, അതാണ് PCO2. ദെൻ 45ൻ്റെ പകുതി 22.5 ആണ്. 22 തൊട്ട് 28 വരെയാണ് ബൈകാർബണേറ്റ്. 35 തന്നെ ഇങ്ങോട്ടെടുത്ത് 3.5 ആക്കി മാറ്റി. 3.5 ടു 5.1 ആണ് പൊട്ടാസ്യത്തിൻ്റെ നോർമൽ വാല്യൂ. ജസ്റ്റ് ഒന്ന് പറയാമോ, ക്ലിയർ ആയോ ഇല്ലയോ എന്ന്? കാരണം ഇതറിയാമെങ്കിലേ നമുക്ക് ABG അനാലിസിസ് ചെയ്യാൻ പറ്റൂ. എപ്പോൾ കൂടുന്നു, എപ്പോൾ കുറയുന്നു? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 7.35 ടു 7.45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻ്റ് ഏത് നിമിഷവും ഈ 7.35 എന്ന് പറയുന്നത് 6.8ലേക്കും നേരെ തിരിച്ച് 7.8ലേക്കും പോകും. ഈ 6.8ൽ താഴോട്ടോ അല്ലെങ്കിൽ 7.8ന് മുകളിലോട്ടോ പോയാൽ മറ്റൊരു മീനിങ് ഇല്ല, മരണം. ഒരു വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻറ്റിനെ നമ്മൾ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഇല്ലാതെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ എന്ത് എന്നൊന്നും വ്യക്തമാക്കുന്നില്ല. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഒന്നും ഇല്ലാതെ മോണിറ്ററിങ്ങിന് വേണ്ടി ഇരുന്ന ആ വ്യക്തി ഉറങ്ങിപ്പോയി. രാവിലെ ആയപ്പോൾ ഫ്രീസായിട്ടൊരു ബോഡി കിട്ടും, മരണപ്പെട്ടു. സംഭവിച്ചിരിക്കുന്നത് അസിഡോസിസ് ആണ്. പിടിയിട്ടില്ലേ? അത് എവാലുവേറ്റ് ചെയ്ത് ഏത് ഘട്ടത്തിൽ ആ പേഷ്യൻ്റ് അസിഡോസിസിലേക്ക് പോയി എന്നുള്ള കാര്യം വരെ ട്രാക്ക് ചെയ്ത് അറിയാവുന്ന ഒരു വ്യക്തിക്ക് വെന്റിലേറ്ററിൻ്റെ പാരാമീറ്റേഴ്സിൽ നിന്ന് കണ്ടെത്താൻ പറ്റും എന്നുള്ള കാര്യം തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ പ്രാക്ടീസ് ബിഗിൻ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ അത്രയും വിജിലൻ്റായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും തന്നെ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് ആരും വിചാരിക്കരുത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഒരു മരണത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ നേർക്ക് വന്നാൽ അവിടെ വരുന്ന ഒരു ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന ഒരു വകുപ്പ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞും കണ്ടും വേണം നമ്മൾ പ്രവർത്തിക്കാൻ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ശരി, നമുക്ക് ഇതിൻ്റെ അടുത്ത ആംഗിളിലേക്ക് പോകാം. ഈ പൊട്ടാസ്യം എന്തിനിവിടെ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മുടെ സെല്ലാണ് ഈ കാണുന്ന ഒരു പിക്ചർ എന്ന് ആലോചിക്കുക. ഈ പൊട്ടാസ്യത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്നറിയാം നിങ്ങൾക്ക്? എപ്പോഴും സെല്ലിനകത്ത് കയറി ഒളിച്ചിരിക്കുക, അവിടെ കിടന്നുറങ്ങുക. നമ്മുടെ കൂട്ടത്തിൽ ചില നമ്മുടെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ കാണും. വേറെ പരിപാടിക്കൊന്നും വരത്തില്ല, എപ്പോഴും റൂം അടച്ച് കുറ്റിയിട്ട് അകത്ത് കിടന്ന് ഉറക്കുക. ഇതേപോലെ സെല്ലിനകത്ത് എപ്പോഴും ഇരിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് പൊട്ടാസ്യം. ഇനി ബോഡിയിൽ ഒരു കോമ്പൻസേഷൻ നടക്കുന്നതാണ് ഞാൻ വിശദീകരിക്കുന്നത്. നമുക്ക് അസിഡോസിസ് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, അസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ആസിഡൊക്കെ എന്ന് പറഞ്ഞ് HCl ഉണ്ട്, ദെൻ സൾഫ്യൂരിക് ആസിഡ് H2SO4 ഉണ്ട്. ഇതിനകത്തൊക്കെ H ഉണ്ട്, H+ ഉണ്ട്. അപ്പോൾ ഈ H+ അയോണിനെ റിലീസ് ചെയ്യുന്ന കെമിക്കലുകളെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ H+ അയോണിൻ്റെ നമ്പർ രക്തത്തിൽ ഉയരുന്ന സമയത്ത് രക്തത്തിൽ ഇങ്ങനെ ഉയർന്നു നിന്ന പ്രശ്നമാണ്. ഈ ആസിഡ് ഒഴുകി വൈറ്റൽ ഓർഗൻസിലേക്ക് എത്തും. എന്ന് വെച്ചാൽ ബ്രെയിൻ ഉൾപ്പെടെയുള്ള വൈറ്റൽ ഓർഗൻസിലേക്ക് എത്തും. ആസിഡ് നമ്മുടെ ദേഹത്ത് വീണ പൊള്ളത്തില്ലേ, അതേപോലെ വൈറ്റൽ ഓർഗൻസിന് പൊള്ളലേക്കും.
ഏറ്റാൽ അവിടെ ടിഷ്യൂസ് നശിക്കത്തില്ലേ? അതേപോലെ അവിടുത്തെ ടിഷ്യൂസ് നശിക്കും. അങ്ങനെയാണ് മരണം പോലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് തിരിച്ചറിയുക. അപ്പോൾ ബോഡി ഇതിനു മുമ്പ് ഒരു കോമ്പൻസേഷൻ ഒക്കെ ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രക്തത്തിലെ H+ അയോണിൻ്റെ അളവ് കൂടുമ്പോൾ രക്തത്തിൽ നിന്ന് ഇത് സെല്ലിലേക്ക് തള്ളിക്കയറ്റും. കണ്ടില്ലേ? ഈ H+ അയോൺ, ആ ചുവപ്പുള്ള H+ അയോൺ എല്ലാം സെല്ലിനകത്തേക്ക് തള്ളിക്കയറ്റുന്നതാ. അപ്പോൾ സെല്ലിനകത്തേക്ക് H+ അയോണിനെ തള്ളിക്കയറ്റുമ്പോൾ പുറത്തോട്ട് അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സെല്ല് പുറത്തോട്ട് തള്ളിവിടുന്ന ആളാണ് പൊട്ടാസ്യം. അപ്പോൾ H+ അയോൺ അകത്തേക്ക് കയറും, പൊട്ടാസ്യത്തിനെ സെല്ല് ചവിട്ടി പുറത്താക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. H+ അയോണിൻ്റെ അളവ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡോസിസ് ആണ്. അസിഡോസിസ് എന്ന് വെച്ചാൽ pH കൂടുവാണോ കുറയുവാണോ? അസിഡോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ pH കൂടുവാണോ കുറയുവാണോ? കുറയുന്നു. അതെ. അപ്പോൾ pH കുറയുന്ന സമയത്ത് H+അയോൺ സെല്ലിലേക്ക് കയറുമെന്നും സെല്ലിനകത്തുനിന്ന് പൊട്ടാസ്യം രക്തത്തിലേക്ക് ഇറങ്ങുമെന്നും ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മനസ്സിലാക്കേണ്ടത്, pH കുറയുന്ന സിറ്റുവേഷനിലെല്ലാം രക്തത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുവോ കുറയുവോ? അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. കൂടും. pHും, ഇനി ഇതൊന്നും മനസ്സിലാകാത്തവർ ഇത്രയും ആലോചിച്ചാൽ മതി. pHും പൊട്ടാസ്യവും എപ്പോഴും ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരാൾ ചിരിക്കുമ്പോൾ മറ്റേയാൾ കരയും. അതേ സാഹചര്യം. pH താഴോട്ട് പോകുമ്പോൾ പൊട്ടാസ്യം മുകളിലോട്ട് പോകും. pH മുകളിലോട്ട് പോകുമ്പോൾ പൊട്ടാസ്യം താഴോട്ട് പോകും. ഈ ഒരു റിലേഷൻ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ ഇല്ലയോ? ആയോ ഇല്ലയോ? ഓക്കെ, അടുത്തതിലേക്ക് പോകാമല്ലോ എനിക്ക്. ഇനി അടുത്തത് ഈ റെസ്പിറേറ്ററി അസിഡോസിസിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പിന്നെ പല ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തതിന് ശേഷം ഈ 11 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വിശക്കുമ്പോൾ പോയിട്ടൊരു സോഡ ലൈം കഴിക്കാറുണ്ട്. നമ്മുടെ സ്റ്റൊമക്കിന് അങ്ങനെ ഒരു 5-10 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ ഗ്യാസ്ട്രൈറ്റിസ് ആവും. ക്ലിനിക്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു പേഷ്യൻറ്റിനോട് ഞാൻ അന്വേഷിച്ചു. ഒരു 28 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അയാൾ ഈ വെൽഡിങ്ങിൻ്റെ പണിയാണ് ചെയ്യുന്നത്. രാവിലെ ആഹാരം കഴിക്കത്തില്ല. എന്നിട്ട് ചോറൊക്കെ ആയിട്ട് ഇറങ്ങും. ഒരു 10 മണി 11 മണി ആകുമ്പോഴത്തേക്ക് തൊട്ടടുത്ത കടയിൽ പോയിട്ട് ഒരു സോഡ ലൈം കഴിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, രാവിലത്തെ ആഹാരത്തെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ തന്നെ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു HCl ഉണ്ട്. അത് അവിടെ ഇരിപ്പുണ്ട്. അത് അവിടെ ആഹാരം കിട്ടാതെ ആ ഏരിയയിലുള്ള മ്യൂക്കസിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പോയിട്ട് ഒരു സോഡ ലൈം കഴിക്കും. സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് അറിയാം. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെയാണല്ലോ സോഡ. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡാണ് വീണ്ടും HClൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്റ്റൊമക്കിനകത്തേക്ക് എത്തുന്നത്. അത് മാത്രമാണോ? നാരങ്ങയ്ക്കകത്ത് ഒരു ആസിഡുണ്ട്. അതെന്തുവാ? സിട്രിക് ആസിഡ്. ഈ സിട്രിക് ആസിഡും കൂടെ ചേർന്നാണ് വയറിനകത്തോട്ട് ചെല്ലുന്നത്. വയറിനകത്തെ മ്യൂക്കോസ് വിണ്ടങ്ങ് കീറും. വിണ്ടങ്ങ് കീറി കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത്? അത് ഡീപ്പൻ ചെയ്യും. ഡീപ്പൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന പേരെന്താ? അൾസറേഷൻ. നല്ല വയറുവേദനയാവും. ഈ വയറുവേദനയായിട്ടായിരിക്കും ക്ലിനിക്കിലെത്തുന്നത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇയാളുടെ ഈ സോഡ ലൈം കഴിപ്പ് നിർത്തി റെഗുലറായിട്ട് കൃത്യമായ സമയത്ത് ആഹാരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം. അതവിടെ നിൽക്കട്ടെ. ഞാനൊരു ഇന്നത്തെ ഒരു കോമൺ ട്രെൻഡ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കൂട്ടത്തിലും ഈ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഈ പരിപാടി ചെയ്യാറുണ്ട്. അവസാനം വരുന്ന ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഓർക്കാനുള്ള ഒരു കാര്യം റെസ്പിറേറ്ററി അസിഡോസിസ്. ഈ റെസ്പിറേറ്ററി അസിഡോസിസ് വരുന്ന കണ്ടീഷൻ ഞാൻ ജനറലായിട്ട് പറയുവാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. എല്ലാ റെസ്പിറേറ്ററി കണ്ടീഷനും നിങ്ങൾക്ക് അറിയാവുന്ന റെസ്പിറേറ്ററി കണ്ടീഷൻ മൊത്തം എന്ന് പറഞ്ഞേ. COPD ഉണ്ട്, ബ്രോങ്കിലാസ്മയുണ്ട്, അതേപോലെ തന്നെ ന്യൂമോണിയ ഉണ്ട്,
അല്ലേ? ടി ബി ഉണ്ട്, ദെൻ സി എ ലങ് ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ റെസ്പിറേറ്ററി കണ്ടീഷൻസിലും നിങ്ങൾ ആലോചിക്കുക, പൂർണ്ണമായിട്ടും പേഷ്യൻറ്റിന് ശ്വാസം എടുക്കാൻ പറ്റില്ല, അകത്തേക്ക് എത്തുന്ന ഓക്സിജൻ്റെ അളവ് കുറയും. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ കൂടുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാ കൂടുന്നേ? പറയൂ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന വെള്ളത്തിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യും. അതിൻ്റെ ഫലമായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാവും, കാർബോണിക് ആസിഡ്. ഇവിടെ നിന്ന് നിങ്ങൾ ജനറലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താഴെ പറയുന്ന ഏത് കണ്ടീഷനിലാണ് റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്ന് ചോദിച്ചാൽ അതിലേത് കണ്ടീഷനാണ് ഡിസ്നിയ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിക്ക് കാരണമാകുന്നതെന്ന് മാത്രം പരിശോധിച്ചാൽ മതി. റീനൽ ഫെയിലിയർ ഉണ്ട്, ദെൻ COPD ഉണ്ട്, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, എൻസെഫലോപ്പതി ഉണ്ട്. ഇതിലേത് കണ്ടീഷനാണ് റെസ്പിറേറ്ററി അസിഡോസിസിന് കാരണമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിക്ക് കാരണമാകുന്ന COPD എന്ന് പറയുന്ന കണ്ടീഷനാണ് റെസ്പിറേറ്ററി അസിഡോസിസിന് കാരണമാകുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ ആണോ? യെസ്. ഓക്കെ ആണ്. ശരി. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്. ഒരെണ്ണം പഠിച്ചാൽ അതിനെ നേരെ തിരിച്ച് ചിന്തിച്ചോണം. ഓക്സിജൻ അകത്തോട്ട് എത്തുന്ന എയറിൻ്റെ അളവ് കുറഞ്ഞാൽ അസിഡോസിസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കുക. ഈ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഓക്സിജൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അസിഡോസിസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞേ? ആൽക്കലോസിസ്. അങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. റെസ്പിറേറ്ററി ആൽക്കലോസിസിന് ഒരു മീനിങ്ങേ ഉള്ളൂ, നേരത്തെ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ ഓക്സിജൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. ഓക്സിജൻ്റെ അളവ് കൂടുന്ന എല്ലാ സിറ്റുവേഷനും ഹൈപ്പർ വെന്റിലേഷൻ, ഹിസ്റ്റീരിയ, അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ്. ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ശ്വാസം ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് ആൾക്കാരെ ശ്രദ്ധ വരുത്താൻ വേണ്ടി ശ്രമിക്കും. മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് ഹൈപ്പർ വെന്റിലേഷൻ വരാം. പെയിൻ വരുന്ന സമയത്ത് ഡീപ്പ് ബ്രെത്തുകൾ എടുക്കാം, അതിൻ്റെ ഫലമായിട്ട് ഹൈപ്പർ വെന്റിലേഷൻ വരാം. ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ഉയർത്തുകയാണെങ്കിൽ അത് റെസ്പിറേറ്ററി ആൽക്കലോസിസിന് കാരണമാക്കാം. അപ്പോൾ റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഒറ്റ കാര്യം, രക്തത്തിലെ അല്ലെങ്കിൽ ശരീരത്തിനകത്തേക്ക് എത്തുന്ന ഓക്സിജൻ്റെ അളവ് കൂടുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. പേഷ്യൻ്റ് ഓൺ മെക്കാനിക്കൽ വെന്റിലേറ്റർ, ഒരു സംശയവും വേണ്ട, എഴുതി വെക്കുക. ക്ലിയർ ആണോ? ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ റെസ്പിറേറ്ററി അസിഡോസിസ് എന്നും ഓക്സിജൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആൽക്കലോസിസ് എന്നും പോയിന്റ് എഴുതി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഇനി അടുത്ത മെറ്റബോളിക് അസിഡോസിസ്. നിങ്ങൾക്കറിയാം നമ്മുടെ യൂറിൻ അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? യൂറിൻ അസിഡിക് ആണോ ആൽക്കലൈൻ? അസിഡിക്. അസിഡിക്. ആസിഡ് പുറത്തേക്ക് പോകുന്ന യൂറിനിലൂടെയാണ്. അപ്പോൾ യൂറിൻ പുറത്തേക്ക് പോകാത്ത കണ്ടീഷൻ, ദാറ്റ് ഈസ് റീനൽ ഫെയിലിയർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടൊന്ന് പറയുമോ? ആസിഡ് പുറത്തേക്ക് പോകുന്നില്ല, കെട്ടിക്കിടക്കുന്നു ശരീരത്തിനുള്ളിൽ. അപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് പറഞ്ഞാൽ മതി. റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന കണ്ടീഷനിൽ അസിഡോസിസ് ആണോ വരാൻ സാധ്യതയുള്ളത്, ആൽക്കലോസിസ് ആണോ? യൂറിനിലൂടെയാണ് അസിഡോസിസ്. യൂറിനിലൂടെയാണ് ആസിഡ് പുറത്തേക്ക് പോകേണ്ടത്. യൂറിൻ പുറത്തേക്ക് പോവാതിരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ആസിഡ് ശരീരത്തിൽ കെട്ടിക്കിടക്കും. അപ്പോൾ ശരീരത്തിനുള്ളിൽ എന്ത് സംഭവിക്കും? അസിഡോസിസ് സംഭവിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ശരി. ഇനി നേരെ ക്ലിയർ. തിരിച്ചൊന്ന് ചിന്തിച്ചേ. യൂറിൻ കൂടുതലായിട്ട് അങ്ങ് പോകുന്നു. പേഷ്യൻറ്റിനെ നമ്മൾ ഡയൂററ്റിക് കൊടുക്കുക, ലാസിക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ക്രമാതീതമായിട്ട് യൂറിൻ പോകുന്നു.
യൂറിൻ പോകുന്ന സമയത്ത് ശരീരത്തിനകത്തുനിന്ന് ആസിഡ് മൊത്തം കൂടെ ഒഴുകി അങ്ങ് പോകത്തില്ലേ? അപ്പോൾ ശരീരത്തിനകത്ത് എഫക്റ്റീവ്ലി ആരുടെ അളവ് കൂടും? ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 5 ആൺകുട്ടികളും 5 പെൺകുട്ടികളും നിൽക്കുന്നു. ഞാൻ ഓടിച്ചെന്നിട്ട് ഒരു ആൺകുട്ടിയെ പിടിച്ച് ക്ലാസ് റൂമിൽ പുറത്തിറക്കി. അവിടെ ആ ക്ലാസ്സിൽ ആരുടെ നമ്പറായി കൂടുതൽ? ഗേൾസ്. ഗേൾസിൻ്റെ നമ്പറാ കൂടുതൽ. ആസിഡും ആൽക്കലി ഒരേ അനുപാതത്തിൽ നിൽക്കുകയാണ്. ഇവിടെ കുറേ അധികം ആസിഡ് യൂറിനിലൂടെ അങ്ങ് നഷ്ടപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആരുടെ അളവ് കൂടും? ആൽക്കലിയുടെ അളവ് കൂടും. അപ്പോൾ ഡയൂററ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഡയൂറസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിക് അസിഡോസിസിന് പകരം മെറ്റബോളിക് ആൽക്കലോസിസ് ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓർക്കാൻ പറ്റൂ. റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. യൂറിൻ അസിഡിക് ആണ്, കാരണം യൂറിനിലൂടെയാണ് ആസിഡ് പുറത്തേക്ക് പോകേണ്ടത്. റീനൽ ഫെയിലിയർ ആകുമ്പോൾ യൂറിൻ പുറത്തേക്ക് പോകുന്നില്ല, ആസിഡ് കെട്ടിക്കിടക്കുന്നു. ആസിഡ് കെട്ടിക്കിടക്കുമ്പോൾ മെറ്റബോളിക് അസിഡോസിസ് സംഭവിക്കുന്നു. ഇനി നേരെ തിരിച്ച് കൂടുതലായിട്ട് യൂറിൻ പോയി കഴിഞ്ഞാൽ ആസിഡ് മൊത്തം പുറത്തു പോവുകയും റിലേറ്റീവ്ലി ആൽക്കലിയുടെ അളവ് ശരീരത്തിൽ ഉയരുകയും ചെയ്യും. അതിനെ നമുക്ക് പറയാൻ പറ്റുന്ന പേരാണ് മെറ്റബോളിക് ആൽക്കലോസിസ്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ യെസ് ആണ്. സർ. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ GIT-യിലേക്ക് തന്നെ നോക്കുക. നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ സിസ്റ്റം, ഈ GIT-യുടെ അപ്പർ പോർഷൻ സ്റ്റൊമക്ക് വരെയുള്ള ഏരിയയിൽ കൂടുതലായിട്ടുള്ള എന്താണെന്നറിയാം നിങ്ങൾക്ക്? ആസിഡാണോ ആൽക്കലിയാണോ? ആസിഡ്. ആസിഡ്. അവിടെ ഒരു ആസിഡാണ്. HCl ഉണ്ട്, ആസിഡാ കൂടുതൽ. ഈ ആസിഡ് ഈ സ്റ്റൊമക്ക് കഴിഞ്ഞ് താഴോട്ടുള്ള പോർഷനിൽ ആഹാരത്തിനകത്ത് ആസിഡ് മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പാൻക്രിയാസും അതേപോലെ ബൈലും ഒക്കെ ആൽക്കലൈനായിട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്. പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? അപ്പോൾ സ്റ്റൊമക്ക് കഴിഞ്ഞ് താഴോട്ടുള്ള പോർഷനിൽ കൂടുതലായിട്ടുള്ള ആരാ? ആസിഡാണോ ആൽക്കലിയാണോ? സ്റ്റൊമക്ക് ആൽക്കലി. കഴിഞ്ഞ് ആൽക്കലി. ആൽക്കലി. ക്ലിയർ. അപ്പോൾ നമ്മുടെ ഒരു പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് ഡയേറിയ വന്നു. അപ്പോൾ ഡയേറിയ വന്നപ്പോൾ ഈ താഴത്തെ പോർഷനിൽ ആൽക്കലി മൊത്തം പുറത്തു പോയി. അപ്പോൾ അയാളുടെ ശരീരത്തിനുള്ളിലുള്ള അവസ്ഥ എന്തായിരിക്കും? അസിഡോസിസ്. അയാളുടെ കണ്ടീഷൻ എന്താണ്? മെറ്റബോളിക് അസിഡോസിസ്. ഇവിടെ റെസ്പിറേറ്ററി സിസ്റ്റം നിരപരാധിയായതുകൊണ്ടാണ് നമ്മൾ മെറ്റബോളിക് എന്നുള്ള പേര് കൊടുത്തേക്കുന്നത്. മെറ്റബോളിക് അസിഡോസിസ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഒരു പേഷ്യൻ്റെ സ്റ്റൊമക്കിൽ ഒരുപാട് ആസിഡ് ഇരിപ്പുണ്ടെന്ന് പറയുന്നു. അയാൾ ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങ് വൊമിറ്റ് ചെയ്യുക, ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്നു. സാധാരണ 1-2 വൊമിറ്റിംഗ് അല്ല, മോർ ദാൻ 3 times പെർ അവർ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ശരീരത്തിൽ ആ സ്റ്റൊമക്കിലുള്ള ആസിഡ് മൊത്തം പുറത്തു പോകത്തില്ലേ? സ്റ്റൊമക്കിലുള്ള ആസിഡ് മൊത്തം പുറത്തു പോയി കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ശരീരത്തിനുള്ളിൽ ആര് കൂടുതലാവും? ആൽക്കലി. ആൽക്കലി. അപ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷന് നമുക്ക് എന്ത് പേര് പറയാം? ഡയേറിയയ്ക്ക് പകരം മെറ്റബോളിക് ആൽക്കലോസിസ്. ഇത്രയും കാര്യം പിടികിട്ടിയോ? മെറ്റബോളിക് ആൽക്കലോസിസ്. അപ്പോൾ ഓരോ കണ്ടീഷൻ തന്നതിന് ശേഷം ഇവിടെ റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണോ, മെറ്റബോളിക് അസിഡോസിസ് ആണോ, മെറ്റബോളിക് ആൽക്കലോസിസ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുമോ? ഒരു ധാരണ കിട്ടിയോ? യെസ്. യെസ്. ഇതിനി നമ്മൾ ഒരു ചാർട്ടിലൂടെ ഇത് കണ്ടുപിടിക്കാൻ പഠിക്കാം. നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണ്ടേ? ആദ്യം ഒരു ക്വസ്റ്റ്യൻ തന്നില്ല, ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണ്ടേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ നോർമൽ വാല്യൂ പഠിപ്പിക്കുന്നു. pH 7.35 to 7.45. 35 to 45 എന്ന് പറയുന്നതാണ്, 35 to 45 എന്ന് പറയുന്നതാണ് PCO2. ദെൻ 45ൻ്റെ പകുതി 22, 22.5, 22 ആക്കി 22 തൊട്ട് 28 വരെയാണ് ബൈകാർബണേറ്റ്.
ദെൻ 3.5 തന്നെ എടുക്കുന്നു. അതിനെ 3.5 തൊട്ട് 5.1 വരെയാണ് പൊട്ടാസ്യത്തിൻ്റെ അളവ്. ഇനി നിങ്ങൾ ഇതേപോലൊരു ചാർട്ട് ഒന്ന് വരയ്ക്കണം. ഇത് ഫില്ല് ചെയ്യേണ്ടതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. നിങ്ങൾ വരയ്ക്കേണ്ടത് ഇടത്തെ സൈഡിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്. പിന്നെന്തറിയാം നമ്മളിപ്പോൾ പഠിച്ചേ? മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്. ഇടത്തെ സൈഡിൽ ഈ 4 കാര്യങ്ങൾ എഴുതണം. ഇനി വലത്തെ സൈഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ. pH പഠിച്ചായിരുന്നു, PCO2 പഠിച്ചായിരുന്നു, ബൈകാർബണേറ്റ് പഠിച്ചായിരുന്നു, പൊട്ടാസ്യം. ഇത്രയും വെച്ചൊരു ചാർട്ട് എല്ലാവരും പെട്ടെന്നൊന്ന് റെഡിയാക്കിയിട്ട് പറ. പെട്ടെന്ന് റെഡിയാക്കിയിട്ട് പറ. നിങ്ങളതാ ഇനി 2 മിനിറ്റ് കൊണ്ട് ഏത് ABG വാല്യൂ കിട്ടിയാലും കൃത്യമായിട്ടും ഡയഗ്നോസ് ചെയ്യും. കഴിഞ്ഞോ? ഓക്കെ Yes, sir. ആണോ? ശരി. ഇനി എനിക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അസിഡോസിസ് സമയത്ത് pH താഴോട്ട് പോവോ മുകളിലോട്ട് പോവോ? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. Decrease ആവും. ഡീക്രീസ് ആവും. അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? Increase ആയിരിക്കും. ഇൻക്രീസ് ആയിരിക്കും. പരസ്പര വിരുദ്ധമാണ്. മനസ്സിലായല്ലേ? ഒരാൾ ചിരിക്കുമ്പോൾ ഒരാൾ കരയും. ശരി. അങ്ങനെ ആൽക്കലോസിസ് സമയത്ത് pH എന്തായിരിക്കും? Increase ആയിരിക്കും. ഇൻക്രീസ് ആയിരിക്കും. അപ്പോൾ പൊട്ടാസ്യം എന്ത് കാണിക്കും? Decreased ആയിരിക്കും. ഡീക്രീസ്ഡ് ആയിരിക്കും. ദെൻ മെറ്റബോളിക് അസിഡോസിസ് സമയത്ത് pHൻ്റെ അവസ്ഥ എന്തായിരിക്കും? താഴോട്ട് പോകും. അപ്പോൾ പൊട്ടാസ്യം എന്തായിരിക്കും? ഇൻക്രീസ്ഡ് ആയിരിക്കും. അങ്ങനെ മെറ്റബോളിക് ആൽക്കലോസിസ് സമയത്തോ pH മുകളിലോട്ട് പോകും. pH മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതേസമയം പൊട്ടാസ്യം എന്ത് കാണിക്കും? നേരെ തിരിച്ച്. ഇത്രയും വരയ്ക്കാൻ പാടുണ്ടോ? ഇത്രയും വരയ്ക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന ഇല്ല. കാര്യം തന്നെ. എന്നാ ഒന്ന് വരച്ചോ. എല്ലാവരും വരച്ചോ. ഇത്രയും ഞാൻ വരച്ചുള്ളൂ. ക്ലിയർ ആയോ? ഇനി ഞാൻ ഇച്ചിരി ഒരു കാര്യം കാണാതെ പഠിപ്പിക്കും. ഈ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല. പരീക്ഷ ഹോളിൽ വെച്ച് പെട്ടെന്ന് ചെയ്യണം. എല്ലാം റെഡിയാണോ? Yes, sir. യെസ്. ഇവിടെ മുകളിലത്തെയും താഴത്തെയും 2 കോളം ഞാൻ എല്ലാ ആരവും മുകളിലോട്ടും കൊടുത്തു. എല്ലാ ആരവും മുകളിലോട്ട് കൊടുത്തു. മുകളിലത്തെയും താഴത്തെയും. ഇപ്പം നടുക്ക് ഇത്രയും പോർഷൻ ഉണ്ടല്ലോ. ഇത്രയും പോർഷനിൽ എല്ലാ ആരവും താഴോട്ട് അങ്ങ് കൊടുത്തു. ചാർട്ട് കംപ്ലീറ്റ് ആയോ? ഇത് നിങ്ങളെ കൊണ്ട് ഞാൻ വരപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാ ആരവും മുകളിലും താഴെയും എല്ലാ ആരവും മുകളിലോട്ട് വരയ്ക്കാൻ പാടുണ്ടോ? 4 ആരോ മുകളിലോട്ട് കൊടുത്തെങ്കിൽ ആ മിഡിൽ പോർഷനിൽ വരുന്ന 4 ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ആരോയും പറ എങ്ങനെ കൊടുക്കണം? താഴോട്ട് കൊടുക്കണം. ഇവിടെ എല്ലാ ആരോയും താഴോട്ടല്ലേ കൊടുത്തേ? എനിവേ ചാർട്ട് കംപ്ലീറ്റ് ആയോ? Yes. യെസ്. ഇനി നമ്മൾ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ നേരത്തെ അതേ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. ABG അനാലിസിസിൽ pH തന്നിരുന്നത് 7.12, PCO2 50, ബൈകാർബണേറ്റ് 30 ആൻഡ് പൊട്ടാസ്യം 7. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് pH 7.12 കൂടുതലോ കുറവോ? കുറവാണ്. അപ്പം ഇവിടെ കുറവുള്ള 2 പാറ്റേൺ നോക്കിയാണ്. ഇവിടെ കുറവാണ് റെസ്പിറേറ്ററി അസിഡോസിസിൽ, മെറ്റബോളിക് അസിഡോസിസിലും കുറവാണ്. ഇനി അടുത്ത പാറ്റേൺ നോക്കാം. PCO2 50 കൂടുതലോ കുറവോ? കൂടുതലാണ്. 35 to 45 ആണ് പഠിച്ചത്. ശരി. നമ്മൾ ഇവിടെ നോക്കുന്നു ഇത് കൂടുതലാണ്, പക്ഷെ അടുത്തതിൽ നോക്കുന്നു ഇത് കുറവാണ്. അപ്പോൾ ഈ ട്രാക്ക് അല്ല. അപ്പോൾ നമുക്ക് ട്രാക്ക് കിട്ടി. ഏതാ ട്രാക്ക്?
ഈ ട്രാക്ക് ഏതാ? റെസ്പിറേറ്ററി റെസ്പിറേറ്ററി Respiratory അസിഡോസിസ്. കൺഫേം ചെയ്യണം, ശരിയാണെന്ന് അറിയണ്ടേ. ബൈകാർബണേറ്റ് 30 കൂടുതലോ കുറവോ? കൂടുതലാണ്. ആ കൂടുതലാണ്. കറക്റ്റ് ആണോ? കൂടുതലാ. ഇനി അടുത്ത പൊട്ടാസ്യം 7 കൂടുതലോ കുറവോ? കൂടുതലാണ്. കൂടുതലാ. ഇവിടെ ട്രാക്ക് കറക്റ്റ് ആണ്. ഈ 4 കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ഈ വഴിക്കല്ലേ? ആണോ? ഇപ്പൊ ആൻസർ എന്താ? റെസ്പിറേറ്ററി അസിഡോസിസ്. മറ്റു കുട്ടികൾ അവിടെ നിന്ന് തല പോയിക്കുന്ന സമയത്താണ് നിമിഷ നേരം കൊണ്ട് നമ്മളിത് ചെയ്തു വിടുന്നത്. നോക്കാം. ഇനി ഇത് മാത്രമാണോ എന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയണ്ടേ. ആ വായിച്ചു. pH 7.7 കൂടുതലോ കുറവോ? കുറവാണ്. pH നോർമൽ എത്ര? 7.35 to 7.45. അപ്പോൾ 7.7 കൂടുതലോ കുറവോ? കൂടുതലാണ്. കൂടുതലാണ്. അപ്പോൾ 7.7 കൂടുതലാണെങ്കിൽ കൂടുതലുള്ള 2 ട്രാക്കുകൾ സഞ്ചരിക്കണം. ആണോ? ക്ലിയർ ആയോ? ശരി. ഇനി അടുത്ത PCO2 30 കൂടുതലോ കുറവോ? എത്ര PCO2 നോർമൽ? 35 to 45. 45. അപ്പോൾ 30 കുറവോ കൂടുതലോ? കുറവാണ് സർ. കുറവാണ്. അപ്പോൾ കുറവുള്ളതൊന്ന് നോക്കാം. ഇവിടെ കുറവാണ്, പക്ഷെ ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഇനി ഈ വഴിയാണോ സഞ്ചരിക്കേണ്ടത്? അല്ല. ഈ 2 വാല്യൂസ് കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ആൻസർ കിട്ടി. റെസ്പിറേറ്ററി ആൽക്കലോസിസാ. ഇനി ഒന്ന് കൺഫേം ചെയ്യാം, ബാക്കി കിടക്കുമല്ലേ. ബൈകാർബണേറ്റ് 20 കുറവാണോ കൂടുതലാണോ? 22 തൊട്ടാ. അപ്പം ഇത് കുറവാണോ കുറവാണ്. ഇവിടെ കുറവ് തന്നെയല്ലേ കാണിക്കുന്നത്? ആണ്. ഇനി പൊട്ടാസ്യം 3 കുറവാണോ കൂടുതലാണോ? 3.5. ആ കുറവാണ്. കിട്ടിയ? ശരിയായോ? ആൻസർ എന്താ? റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ജസ്റ്റ് ഈ ഒരു ചാർട്ട് വരയ്ക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. ചാർട്ട് വരയ്ക്കാൻ ഒരു 1-2 സെക്കൻഡ് എടുക്കും. ദെൻ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതിനൊരു 5 സെക്കൻഡ് എടുത്താൽ 10 സെക്കൻഡിനുള്ളിൽ ഇത് ആൻസർ ചെയ്ത് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ഇതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിടക്കുന്നു. ശരി, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. pH 7.1. എത്ര? 7.1 എന്ന് വെച്ചാൽ കൂടുതലോ കുറവോ? കുറവ്. ആ കുറവ്. കുറവാണ്. അപ്പോൾ റെസ്പിറേറ്ററി അസിഡോസിസിൽ കുറവുണ്ട്, ഇവിടെയും കുറവാണ്. ശരിയാണ്. PCO2 30 കുറവോ കൂടുതലോ? കുറവാണ്. കുറവാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് കൂടുതലാണല്ലോ. ഇവിടെ നോക്കുമ്പോൾ ഇത് കുറവാ. ആരോ താഴോട്ടാ. ശരി, ആ ട്രാക്ക് പരിശോധിക്കുക. ഇനി ബൈകാർബണേറ്റ് കുറവോ കൂടുതലോ? 20 കുറവാണ്. കുറവാണ്. ദെൻ പൊട്ടാസ്യം 6 കുറവോ കൂടുതലോ? 3.5 to 5.1 വരെയാണ്. ഇവിടെ 6 കൂടുതലാണോ കുറവാണോ? കൂടുതൽ. ട്രാക്ക് കിട്ടിയോ? ട്രാക്ക് കിട്ടിയോ? ആൻസർ പറയൂ, ഉറക്കെ Yes. പറയൂ. മെറ്റബോളിക് അസിഡോസിസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ശരി. ഇനി Yes, sir. അടുത്തത് ABG അനാലിസിസ് ഷോസ് pH 7.5. PCO2 50. 7.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലോ കുറവോ? കൂടുതൽ. കൂടുതലാണ്. അപ്പോൾ കൂടുതലുള്ള 2 വഴികളിലൂടെ എൻ്റെ കർസർ സഞ്ചരിക്കുകയാണ്. ഇവിടെ കൂടുതലാണ്, അതേപോലെ ഇവിടെയും കൂടുതലാണ്. ഓക്കെ ആണല്ലോ? ശരി. ഇനി PCO2 50 കൂടുതലോ കുറവോ? കൂടുതലാണ്. ഇവിടെ വരുമ്പോൾ ഇത് കുറവാ കാണിക്കുന്ന, ആ വഴിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ഇത് കൂടുതലാണ്. ഇവിടെ വെച്ച് തന്നെ ആൻസർ കിട്ടി നിങ്ങൾക്ക്. ഇവിടെ വെച്ച് വേണമെങ്കിൽ ആൻസർ ചെയ്തേച്ച് പോവാം സമയമില്ലെങ്കിൽ.
ഇനി ബാക്കി നമുക്ക് പരിശോധിക്കാം. ബൈകാർബണേറ്റ് കൂടുതലോ കുറവോ? കൂടുതൽ. കൂടുതൽ. ദാ കൂടുതലാണ്. ദെൻ പൊട്ടാസ്യം കൂടുതലോ കുറവോ? 3 കുറവ്. കുറവാണ്. ട്രാക്ക് കിട്ടിയോ നിങ്ങൾക്ക്? ഇതാണ് ട്രാക്ക്. യെസ്. ആൻസർ എന്താ? മെറ്റബോളിക് ആൽക്കലോസ്. ക്ലിയർ ആയോ? ഇത് ഈസി ആണോ? യെസ്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് Yes, sir. വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുമോ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇതിനകത്ത് Yes, വേറെ sir. കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ ഒരുപാട് ഷോർട്ട് കട്ട് ഉണ്ട്. ഈ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഏത് പരീക്ഷയ്ക്ക് പോയാലും നമ്മൾ ആൻസർ ചെയ്യുന്നു എന്നുള്ള അല്ല ഇതിനകത്ത് പരിഗണിക്കുന്നത്. കാരണം നമ്മൾ ഇതുവരെ റിട്ടൺ എക്സാമിനേഷൻ എഴുതിയ കൂട്ടുള്ള കാര്യമല്ല. എത്ര വേഗത്തിൽ ആൻസർ ചെയ്യുന്നു. വേഗത്തിൽ ആൻസർ ചെയ്താൽ സംഭവിക്കുന്ന നമുക്ക് വരുന്ന ഏറ്റവും വലിയ പേടിയും സംഭവിക്കുന്ന കാര്യവും തെറ്റിപ്പോകുന്നുള്ള. തെറ്റുകയും ചെയ്യരുത്. ഈ പറയുന്ന ഞാൻ ഈ സ്പീഡ് ആൻഡ് ആക്യുറസി എന്ന് എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെപ്പോഴാണോ ഈ ഡൈജസ്റ്റ് ആകുന്നത്, നിങ്ങൾക്ക് എന്നാണോ ഡൈജസ്റ്റ് ആകുന്നത് അന്ന് നിങ്ങൾ ഗവൺമെൻറ് ജോലിക്ക് അർഹരാകും. മനസ്സിലായതേ? നിങ്ങളിത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി തയ്യാറാവുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉപദേശം ഇതാണ്. നിങ്ങൾ സ്വയം പഠിക്കുവാണെങ്കിലും ആരുടെയെങ്കിലും ട്രെയിനിങ്ങിൽ പഠിക്കുവാണെങ്കിലും ഈ വേഗത്തിൽ ചെയ്യാനും തെറ്റ് പറ്റാതെ ചെയ്യാനും ഒന്ന് പരിശീലിച്ചോണം. അങ്ങനെയാണെങ്കിൽ ഏത് എക്സാമിനേഷനും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. എനിക്കിതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ആരെയും പിന്നെ നമ്മുടെ അക്കാദമിയിൽ പഠിക്കണം അല്ലെങ്കിൽ ഇവിടെ പഠിക്കണം എങ്കിലേ നിങ്ങൾക്ക് നോർസെറ്റ് കിട്ടൂ അങ്ങനെയൊന്നും പറയാറില്ല. നിങ്ങൾക്ക് എവിടെയാണോ കൺവീനിയൻറ്റ് അവിടെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് സ്വയം വേണമെങ്കിലും പഠിക്കാം. അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കാര്യം ഏറ്റവും അധികമായിട്ട് ഞാൻ ഉറപ്പ് തരാൻ പറ്റുന്നത്, എനിക്ക് ഒറ്റ കാര്യമേ പറയാൻ പറ്റൂ. ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ മാത്രം മിനിമം നിങ്ങൾ ആ കംപ്ലീറ്റ് പഠിക്കുന്നു. കംപ്ലീറ്റ് പഠിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന അഷുറൻസ് ഇത്രയേ ഉള്ളൂ. ആ കംപ്ലീറ്റ് പഠിച്ചിട്ടും നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി, ഈ ജോലി എന്നൊന്നും പറയുന്നില്ല, ഒരു ഗവൺമെൻറ് ജോലി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അടച്ച എമൗണ്ട് ഫുള്ള് ഞാൻ റീഫണ്ട് ചെയ്തു തരാം. ഇതിനപ്പുറം ഒരു ഗ്യാരണ്ടി എനിക്ക് പറയാനില്ല. ഇതൊരു വലിയ ഓപ്പൺ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ വെച്ച് ചലഞ്ച് ചെയ്യാണ്. ഈ ഒരു വാഗ്ദാനം തരുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചോളുക. കാരണം ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെ ഉള്ള ഈ കണ്ടന്റുകൾ മൊത്തം ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റുന്ന ആര് വന്നാലും നിങ്ങൾ അവിടെ പോയി പഠിച്ച് നിങ്ങളുടെ എന്താണോ ലക്ഷ്യം അത് നേടിയെടുക്കുക. പിടിയിട്ടില്ലേ? അപ്പോൾ ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാം, വരാം, രജിസ്റ്റർ ചെയ്യാം, എല്ലാം ചെയ്യാം. ഞാൻ പറയുന്ന മിനിമം ഞാൻ പഠിപ്പിക്കുന്ന ഇതേപോലെ ഞാൻ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ മൊത്തം പഠിപ്പിക്കുന്നു, മൊത്തം പഠിച്ചേച്ച് പരീക്ഷകൾ എഴുതുന്നു. പക്ഷേ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ തോറ്റു. ഞാൻ തോറ്റാൽ നിങ്ങൾ അടച്ച പൈസ തിരിച്ചു തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഞാൻ തിരിച്ചു തരും. ഇതിനപ്പുറം വേറെ ഒരു ഉറപ്പുമില്ല. പിന്നെ നമ്മുടെ നോർസെറ്റ് ബാച്ച് 4 ആണ് ഇപ്പോൾ നടക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വരാം. അവർക്ക് ആപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഡിസ്കൗണ്ട് നമ്മൾ സ്കോളർഷിപ്പ് പോലെ കൊടുക്കുന്നു. 3500 രൂപയോളം വരും. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ട നമ്പറാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, 9562929930. ഒരു ഷെഡ്യൂൾ മാത്രമല്ല, നമ്മളിപ്പോൾ ഏപ്രിലിലെ നോർസെറ്റ് പരീക്ഷ ടാർഗറ്റ് ചെയ്താണ് പോകുന്നത്. ഇൻ കേസ് അത് കിട്ടുന്നില്ല എങ്കിൽ പോലും ചിലപ്പോൾ ചില വീഴ്ചകളൊക്കെ പറ്റാം. മനുഷ്യൻ്റെ കാര്യമാണ്. ആ സമയത്ത് ഒരു വലിയ പനി വന്നുപോയി, ഒരു 10-20 ദിവസം പഠിക്കാൻ പറ്റിയില്ല, അല്ലെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റിയില്ല, അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു ചാൻസ് കൂടെ, വേറെ പേയ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, നോർസെറ്റ് 12 വരെ നിങ്ങൾക്ക് ഇത് ഫ്രീ ഓഫ് കോസ്റ്റിൽ എക്സ്റ്റൻഷൻ തരും. ഇപ്പം നമ്മളൊരു നോർമൽ വാല്യൂ പഠിക്കാൻ വേണ്ടി ഞാൻ ഓരോ കോഡുകൾ പറഞ്ഞു. 7.35 to 7.45, അതിനെ 35 to 45 ആക്കി. അതിൻ്റെ പകുതി എടുത്ത് ബൈകാർബണേറ്റിൻ്റെ വാല്യൂ ആക്കി. അതേ സാധനം 3.5 ആക്കി നമ്മൾ പൊട്ടാസ്യം പഠിച്ചു. ഇത്തരത്തിൽ കണക്ട് ചെയ്ത് മെമ്മറി ടെക്നിക്കിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അനാട്ടമി ഫിസിയോളജി തൊട്ട് അവസാനം വരുന്ന നഴ്സിംഗ്, റിസർച്ച്, സ്റ്റാറ്റ്, OBG വരെയുള്ള കണ്ടന്റ് പഠിക്കും. നത്തിങ് എൽസ്. ഇതിനകത്ത് വേറെ
ഒരുപാട് കാര്യങ്ങൾ പറയാനോ ഒന്നുമില്ല. ഇനി പലപ്പോഴും പല ആൾക്കാർ ഇങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ പഠനം പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പറയുന്നു മാത്രം. ഇപ്പം നമ്മളൊരു സിലബസിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അനാട്ടമി ഫിസിയോളജി തൊട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ സപ്പോസ് ഒരു സിസ്റ്റം, റീനൽ സിസ്റ്റം നമ്മൾ പഠിക്കുന്നു. റീനൽ സിസ്റ്റം ഒരു 3, 4, 5 സെക്ഷനിൽ പഠിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ PDF നോട്ട് തരും. അത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം ഡിക്ലെയർ ചെയ്യും. ആ എക്സാം നടത്തി നിങ്ങളുടെ സ്കോർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അത് കഴിഞ്ഞാൽ അതിൻ്റെ Q&A പോസ്റ്റ് ചെയ്യും. ഈ 4 സെക്ഷനിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ആ ചാപ്റ്ററിനെ പറ്റി ഒരു ആധികാരികമായ വിവരം നിങ്ങൾക്ക് എത്തിച്ചേരും. ഒറ്റ കണ്ടീഷൻ ഞാൻ വെക്കാറുള്ളൂ, 100 ക്വസ്റ്റ്യനിൽ ഒരു 80+ എങ്കിലും മാർക്ക് നേടണം. മനസ്സിലായല്ലേ? 100-ൽ 80+ മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 8-ലധികം ശരിയാക്കുമെന്ന്. നാളെ ഈ കുട്ടി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ 100-ൽ അറ്റൻഡ് ചെയ്താൽ 80 മാർക്ക് കിട്ടുമെന്ന്. നമ്മുടെ PSC പരീക്ഷകളുടെ കട്ട് ഓഫ് 45-ഉം 50-ഉം ഒക്കെയാണ് വരുന്നത്. അവിടെ 80 മാർക്ക് നേടുന്ന കുട്ടിക്ക് ടോപ്പ് റാങ്കിലെത്താം. ആദ്യ 3 മാസത്തിനുള്ളിൽ ജോലി നേടിയെടുക്കാം. അവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യമായിട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്നിട്ട് നമുക്ക് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടോ? കോമ്പൻസേറ്റർ ആണോ അല്ലയോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉണ്ട്. ഇതിൻ്റെ അടുത്ത സെക്ഷനാണത്. ഫുള്ളി കോമ്പൻസേറ്റഡ്, പാർഷ്യൽ കോമ്പൻസേറ്റഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ 1/2 മണിക്കൂർ സെക്ഷൻ ആയതുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് അവസാനിക്കും. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന ആൾക്കാർ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ദിവസം 1 മണിക്കൂർ വെച്ചെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ 365 ദിവസം കൊണ്ട് ജോലി കിട്ടും. അത് 2 മണിക്കൂറാക്കിയാൽ 6 മാസം കൊണ്ട് ജോലി കിട്ടും. അത് 4 ആക്കിയാൽ 3 മാസം കൊണ്ട് ജോലി കിട്ടും. അത് 8 ആക്കിയാൽ 1.5 മാസം കൊണ്ട് ജോലി കിട്ടും. അത് 16 ആക്കിയാൽ കേവലം 25 ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു ജോലി, ഗവൺമെൻറ് ജോലി സെക്യൂറായിട്ട് നേടിയെടുക്കാം. ഈ തിയറിക്കകത്ത് ഒരു മാറ്റമില്ല. പഠിക്കാൻ ഇത്രയും സമയമുള്ളവർ മാത്രം വരിക, ഇതിൽ 1 മണിക്കൂറെങ്കിലും മിനിമം ഉള്ള ആൾക്കാർ മാത്രം വരിക. അല്ലാത്തൊരു നിങ്ങൾ എന്താണോ എയിം ചെയ്തിരിക്കുന്നത്, പലർക്കും പല എയിമുകളായിരിക്കും. എനിക്കൊരു ഡിഗ്രി മാത്രം മതി, എനിക്ക് അതിന് ശേഷം കുടുംബജീവിതത്തിലേക്ക് പോകണം, അതിൽ എൻജോയ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ പോകാം, അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ആ ജോലി എന്ന് പറഞ്ഞ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വിധേയരായിട്ട് ആ ഒരു ലൈഫിലേക്ക് പോയിട്ട് ഇന്നത്തെ കൂട്ട് 10-ഉം 30-ഉം വയസ്സ് കഴിയുമ്പോൾ ഇതേപോലെ ക്ലാസ് കേട്ട് 5 കൊല്ലം മുമ്പ് ഇരുന്നിട്ടുള്ള ആൾക്കാർ വിളിക്കും, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും മിനിമം കാര്യം, ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് ഏജ് ലിമിറ്റ് ഏകദേശം 2010-ലൊക്കെ 36 വയസ്സുണ്ടായിരുന്നു, ഇപ്പം 30 വയസ്സിലെത്തി. UDC പോലുള്ള പോസ്റ്റുകൾക്ക് 27 വയസ്സിലെത്തി. ഇത് താഴോട്ട് വരിക. റിട്ടയർമെൻറ്റിൻ്റെ ഏജ് കൂടി കുറച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ഈ ഏജ് മുന്നോട്ട് പോകുമ്പോൾ, ഏജ് ലിമിറ്റ് താഴോട്ട് വരുമ്പോൾ നമുക്ക് എഴുതാൻ കിട്ടുന്നത് ചിലപ്പോൾ 1, 2, 3 കൊല്ലം ആയിരിക്കും. അതങ്ങ് തീർന്നു പോവും. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇത് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ചില ആൾക്കാർ വളരെ സെറ്റിൽഡായിട്ട് മാസം 1.25 ലക്ഷം രൂപ ശമ്പളം മേടിച്ച് ജീവിക്കുന്നത് നമ്മൾ കാണും. ഇതാർക്കൊക്കെ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ചില ആൾക്കാർ ഇപ്പോൾ ഇരുന്ന് പുച്ഛിക്കുന്നുണ്ടാവും, അവരോടും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും കൃത്യമായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അവർക്ക് ആ വഴിയിലൂടെ അവരുടെ ജീവിതം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.